പന്തളം നഗരസഭയുടെ കാർണിവൽ പ്രവർത്തനങ്ങൾ തടഞ്ഞ പ്രതിപക്ഷ കൗൺസിലർമാർ. പ്രവർത്തനങ്ങൾ പ്രൈവറ്റ് കോൺട്രാക്ടറെ ഏൽപ്പിച്ചത് കൗൺസിലർ തീരുമാനമില്ലാതെയാണെന്ന് പ്രതിപക്ഷം. ഭൂരിപക്ഷം അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തിയിട്ടും കാർണിവൽ നടത്താൻ സ്ഥലം ഒരുക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. രാജാക്കാട് പഴയ വിടുതിയിലെ മിൽമയ്ക്ക് പുതിയ ഭാരവാഹികൾ. പ്രസിഡന്റായി പ്രിൻസ് കന്യാകുഴിയെയും വൈസ് പ്രസിഡന്റായി ബിന്ദു അഗസ്തിയെയും തിരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണമൊരുക്കി കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധിക കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് തോപ്പിൽ സ്വദേശി സോമലത കാൽ വഴുതി കിണറ്റിൽ വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. പത്തനംതിട്ട കുളനടയിൽ ടൂറിസ്റ്റ് ബസ് കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പോത്തൂർ സ്വദേശി മിഥുൻ രാജാണ് മരിച്ചത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരികെ വരുമ്പോഴാണ് അപകടം. തിരുവനന്തപുരത്ത് നടക്കുന്ന 5ാം പഠന കോൺഗ്രസിന് മുന്നോടിയായുള്ള സെമിനാറിന് കോട്ടയത്ത് തുടക്കം. ആരോഗ്യ കേരളം എന്ന വിഷയത്തിൽ കോട്ടയം CMS കോളേജിലാണ് സെമിനാർ നടക്കുന്നത്. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഒല്ലൂരിൽ തുടിപ്പ് പ്രോലൈഫ് എക്സിബിഷൻ പുരോഗമിക്കുന്നു. സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയുമാണ് എക്സിബിഷൻ നടക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരി മണലിത്തറ അയ്യപ്പൻകാവിൽ പൂജകൾ നടന്നു. പാനൂർ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളുടെ ഭാഗമായി നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും നടന്നു. തൃശൂർ നടത്തറ കോതമുത്തപ്പൻ ക്ഷേത്രത്തിൽ ഗോത്ര കലാരൂപമായ മരംകൊട്ടുപാട്ട് അവതരിപ്പിച്ച് രുദ്ര വാമൊഴി പാക്കനാർ വനിതാ പാട്ടുകൂട്ടം. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പൗരാവകാശ വേദി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ നിർവഹിച്ചു. പത്തനംതിട്ട പന്തളം MC റോഡിൽ ടൂറിസ്റ്റ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു. മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആലപ്പുഴ കുട്ടനാട്ടിലെ AC കനാലിന്റെയും മണിമല പമ്പ നദികളുടെയും മറ്റ് ഇടത്തോടുകളുടെയും ആഴം കൂട്ടണമെന്ന കേരള കോൺഗ്രസ്. ഇരു നദികളിലെയും മണൽ അതിവേഗം നീക്കം ചെയ്യണമെന്നും തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ. മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. തൃശൂർ നഗരസഭ വേണ്ടെന്ന് വെച്ച പുലിക്കളി നടത്താമെന്ന തീരുമാനം വന്നതിന് പിന്നാലെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ആലപ്പുഴ കുട്ടമ്പേരൂരിൽ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെ 171ാം ജയന്തി ആഘോഷിച്ചു. ഭഗവതി വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. സമ്മേളനം കരയോഗം പ്രസിഡന്റ് സതീഷ് ശാന്തിനിവാസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ ഇന്റർ സ്കൂൾ കിഴക്കൻ മേഖല ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് നെടുമുടി നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ. ചാമ്പ്യൻഷിപ്പിൽ 3 വിഭാഗങ്ങളിലായി 53 ടീമുകൾ പങ്കെടുത്തു.